ഈ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് ഇപ്പോൾ രണ്ട് ഭാവമാണ്. ഒന്ന്, അങ്ങനൊരു കേസ് നിൽക്കുമോ എന്നുള്ളൊരു സംശയമാണ്. അത് KSUവിൻ്റെ ഒരു നേതാവിനെതിരെ നേരത്തെ ഇങ്ങനൊരു വാർത്ത വന്നിരുന്നു. ഇപ്പോൾ ആ വാർത്തയിൽ ആ നേതാവ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ വിശദീകരണവുമായി KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുൽ MC. ആരെയും വഞ്ചിക്കാനോ സ്ത്രീകളെ അപമാനിക്കണം എന്ന ഉദ്ദേശത്തിലോ ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല. മന്ത്രി വീണ ജോർജിനെ കരിങ്കുടി കാണിച്ചതിന് ശേഷം പലവിധ ഭീഷണികളും വേട്ടയാടലുകളും നേരിടുന്നുവെന്നും തെളിവുകൾ കോടതിക്ക് മുൻപിൽ നൽകുമെന്നും അതുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഈ പ്രണയബന്ധത്തെ തള്ളിക്കളയുന്നില്ല. ഇതൊരു സൗഹൃദത്തിലും പ്രണയത്തിലും ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു. ഇതൊരു രാഷ്ട്രീയമായ വേട്ടയാടലാണ് എന്നാണോ ഇപ്പോൾ അതുൽ പറയാൻ ശ്രമിക്കുന്നത്? അർജുൻ കല്യാൺ. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് ഇത്തരമൊരു പരാതിക്ക് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അതുലിൻ്റെ വിശദീകരണം. ഇതിൽ അതുൽ പറയുന്നത് വീണ ജോർജിനെ കരിങ്കുടി കാണിച്ചതിനു ശേഷം പലവിധ ഭീഷണികളും വേട്ടയാടലുകളുമൊക്കെ തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എല്ലാം നെറികെട്ട കളിയും പ്രതീക്ഷിച്ചാണ് ആ സമയത്തൊക്കെ മുന്നോട്ട് പോയത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പരാതി വരും എന്നുള്ളത് കരുതിയിരുന്നില്ല എന്നുള്ളതാണ് MC അതുൽ ഫേസ്ബുക്കിലൂടെ വിശദീകരണം നൽകുന്നത്. ഈ യുവതി കഴിഞ്ഞ ദിവസം യുവതിയുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം വനിതാ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനകത്ത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു, അതുപോലെ തന്നെ സാമ്പത്തികമായി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി സാമ്പത്തികമായി തന്നെ വഞ്ചിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ആ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഈ MC അതുലിൻ്റെ വിശദീകരണക്കുറിപ്പിൽ പക്ഷേ ഇത് രാഷ്ട്രീയപരമായ രീതിയിൽ, അതായത് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി യുവതിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ചില നീക്കങ്ങളാണ് എന്ന തരത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വ്യക്തമാക്കുന്നത്. ആരെയും വഞ്ചിക്കാനോ സ്ത്രീകളെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തിലോ ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല. സൗഹൃദവും പ്രണയവും ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത സഹായങ്ങൾ വ്യാഖ്യാനിച്ചു പോകുന്നത് ശരിയാണോ എന്ന് കാലം തെളിയിക്കും എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിനകത്ത് വ്യക്തമാക്കുന്നത്. ഇവരുടെ പക്കലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അത്തരം തെളിവുകളൊക്കെ കോടതിക്ക് മുൻപാകെ നൽകും. കോടതി നീതി ഉറപ്പാക്കട്ടെ എന്നുള്ള ഒരു വിശദീകരണമാണ് ഈ MC അതുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് അതുൽ MCയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു വിശദീകരണക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു മറുപടി വരുന്നത്. ഡോക്ടർ ഓക്കെ, ഇതാണ് അതുൽ നൽകുന്ന വിശദീകരണം. അതുൽ ഇതുവരെയും പ്രതികരണത്തിന് ലഭ്യമായിട്ടില്ല. ഇതിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അതുൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. സത്യം എന്തായാലും അത് തെളിയട്ടെ.